എനിക്ക് മലയാള സിനിമയിൽ വിജയേട്ടൻ ഒരിക്കലും എന്നെ കൈവിടരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം വിജയേട്ടൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടാവണം. കാരണം വിജയേട്ടൻ്റെ ഒരു കരുതൽ, വിജയേട്ടൻ്റെ ഒരു കെയർ, വിജയേട്ടൻ്റെ ഒരു എന്നാ പറയുന്നത് വളരെ നല്ല ഒരു ഡീലിങ്, നമ്മളൊരു വർക്കിന് വന്നാൽ കൃത്യമായി തീർത്ത് വിടുക എന്നൊക്കെ പറയുന്ന ഒരു അരച്ചടക്കം വിജയേട്ടനുണ്ട്. കൂടെ നിർത്തുന്ന ക്രൂവിനെയൊക്കെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിജയേട്ടൻ്റെ കുറച്ചു കാലമാണെങ്കിൽ വിജയേട്ടൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. വിജയേട്ട വീണ്ടും എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഫംഗ്ഷനും ഈ പ്രോഗ്രാമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിജയേട്ടൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾക്കിനി ഇനിയും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ വിജയൻ സാറിൻ്റെ തന്നെ ഇതിന് തൊട്ട് മുമ്പുള്ള സിനിമ കള്ളനും ഭഗവതിയും നമ്മളിപ്പോൾ ഒരുപാട് പേര് കണ്ട് അഭിപ്രായം പറഞ്ഞ ഒരു സിനിമയാണ്. അതിലെ ഹീറോ കൂടിയാണ്. ഒരുപാട് സിനിമകളിൽ നമ്മൾ അല്ലാണ്ടും കണ്ടിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണുവിന് ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസുകൾ പറയാനുണ്ടായിരിക്കും ഇപ്പോൾ. നമസ്കാരം. കള്ളനും ഭഗവതിയുടെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ അവിടെ പറയണ്ടെന്ന് വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, എന്തോ ഒരു ആത്മബന്ധം വിജയേട്ടനായിട്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നും. അങ്ങനെയാണ് എനിക്കും. ഞാനും ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെയാണ്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ വീണ്ടും എന്ന് പറഞ്ഞ ഈ ആൽബം, അതിൽ സോങ്ങിൽ പറഞ്ഞ വരികൾ പോലെ വീണ്ടും പ്രണയ സ്വപ്നങ്ങൾക്ക് കൂട്ടുവന്നു എന്ന് പറഞ്ഞ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മലയാളികളോടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. മലയാളികളുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് വീണ്ടും കൂട്ടുവന്നിരിക്കുകയാണ് ഈസ്റ്റ് കോസ്റ്റ്. വിജയേട്ടൻ എവിടെയും പോയിട്ടില്ല. 15 വർഷം മുമ്പ് ആൽബം ചെയ്ത് പിന്നെ ഇപ്പോഴാണ് ചെയ്യണമെന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് സിനിമകൾ ചെയ്തു. അതിലൊരെണ്ണത്തിൽ ഞാൻ ഉണ്ടായി. അടുത്തതിലും ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീണ്ടും ടീമിന് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർക്കെല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും വീണ്ടും ഒരുപാട് പ്രൊജക്റ്റുകൾ വിജയേട്ടൻ്റെ വഴിയിലൂടെ വരട്ടെ. അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഉണ്ണി. ഇനി അടുത്തതായിട്ട് വീണ്ടും എന്ന ആൽബത്തിലെ അടുത്ത ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായി. നമ്മളുടെ സ്വന്തം നജീബ് അർഷാദ് പാടിയിട്ടുള്ള പാട്ടാണ്. അത് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ വളരെ പ്രിയങ്കരനായിട്ടുള്ള നടൻ ഇന്ദ്രൻ സേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് ഇന്ദ്രൻ സേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട നടനാണ് അദ്ദേഹം. ഇന്ദ്രൻ സേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ബഹുമാന്യ സദസ്സിന് നന്ദി. വിജയൻ സാറിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക ഒരുപാട് നാളായി. ആദ്യമായിട്ട് ഗൾഫ് നാടുകളിൽ പേടിക്കാതെ പോകാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ്. വലിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ ഭാഷയിലുമുള്ള വലിയ വലിയ നടന്മാരെ പങ്കെടുപ്പിച്ച് ഷോ നടത്തുന്ന ഒരാളാണ്. ആ കൂട്ടത്തിലേക്ക് കയറിപ്പറ്റി ഒരു ഷോയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ എല്ലാ കലാകാരന്മാരുടെയും വലിയ ആഗ്രഹമാണ്. അങ്ങനെ വളരെ നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണവും നല്ല റിഹേഴ്സലും ഒക്കെ തന്ന് നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിനൂടെ. രണ്ടല്ല ഒത്തിരി സ്റ്റേജുകളിൽ വളരെ നിലപാടുകളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹത്തിൻ്റേതാണ്. പ്രസംഗം എന്തെങ്കിലും എഴുതി തന്നാലോ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അദ്ദേഹം എഴുതി തന്നാൽ അതിലൊരു വാക്ക് പോലും തെറ്റിയാൽ അങ്ങനെ വിടുകയൊന്നുമില്ല. ഇതെൻ്റെ ഷോയാണ്, ഞാൻ തീരുമാനിക്കും എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ആദ്യമൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ ഓരോ ഐറ്റവും ചെയ്തിട്ട് ആദ്യ സ്റ്റേജ് കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും ഏത് ഐറ്റം ചെയ്തപ്പോഴാണ് താണത്, അപ്പോൾ ഏത് ആദ്യം ഇടാം എന്നൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഇടയ്ക്ക് മാറ്റുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ കോമഡി സ്കിറ്റൊക്കെ ചെയ്യുന്നതിൽ ഒരു കൂട്ടുകാരൻ ഒന്ന് പിണങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ആദ്യമാകുമ്പോഴേ കയറുള്ളൂ, അത് താണു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ പ്രധാന ആളിനെ ഞങ്ങളൊന്ന് പിരികേറ്റി വിട്ടു. പറ സാറിൻ്റെ അടുത്ത് പറ, ഇത് ആദ്യം കളിക്കാമെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. അയാളൊന്നങ്ങ് ഇളകി. ഷോ കഴിഞ്ഞ് നമ്മൾ ബസ്സിലിങ്ങനെ 2-3 ബസ് കാണും, ആഡംബരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സാറ് വണ്ടിയുടെ ഫ്രണ്ടിലിരിപ്പുണ്ട്. വണ്ടി നിർത്തി. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു.
ഫ്രണ്ടിലെ വണ്ടി കയറിക്കോളൂ മൈക്കിൽ കൂടെ വന്നു. അത് ഇറങ്ങി ഫ്രണ്ടിലെ വണ്ടി കയറി പോയി. ഞങ്ങളൊക്കെ ഭക്ഷണവും കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തുന്ന സമയത്ത് പിന്നെ അറിഞ്ഞത് ഈ നടൻ കൊച്ചിയിലെത്തിയെന്നാണ്. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് അതേപടി നടക്കണമെന്ന് വാശിയുള്ള ആളാണ്. അത് നമുക്കും ഒരു പാഠമാണ്. പല കാര്യങ്ങളിലും വളരെ ഉത്സാഹിയാണ്. നമുക്ക് മടിച്ചിരിക്കാൻ തോന്നത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ചുറുചുറുക്കും സ്നേഹവും ഇച്ഛാശക്തിയൊക്കെ ഇനിയും അങ്ങനെ തന്നെ ഈ രംഗത്ത് തുടരട്ടെ. എല്ലാ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു. എന്നാൽ അടുത്ത നമ്മളുടെ സോങ് കൂടി ലോഞ്ച് ചെയ്തിട്ട് പോവായിരുന്നു. നജീം അർഷാദ് പാടിയ അടുത്ത സോങ് നമുക്ക് കേൾക്കാം.